സ്കൂളുകൾക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ യൂണിഫോം ഫണ്ട് വകമാറ്റുന്നതായി പരാതി. എറണാകുളം ഇളമക്കര GHSS വിദ്യാർത്ഥികൾക്കുള്ള കേന്ദ്ര ഫണ്ട് തുക അനുവദിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും വിതരണം ചെയ്തിട്ടില്ല. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയിലൂടെയാണ് കേന്ദ്ര സർക്കാർ 2 സെറ്റ് യൂണിഫോം വാങ്ങാനുള്ള പണം ലഭ്യമാക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് മുടങ്ങുന്നുവെന്നായിരുന്നു കഴിഞ്ഞ LDF സർക്കാരിന്റെ ആക്ഷേപം. എന്നാൽ അനുവദിച്ച തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിലെ സ്കൂളുകളുടെ അലംഭാവവും ഫണ്ട് വകമാറ്റലിന്റെയും വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ BPL വിഭാഗത്തിൽപ്പെട്ട 527 വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വാങ്ങാൻ അനുവദിച്ച SSK ഫണ്ടിലെ 3,16,200 രൂപ ഇതുവരെ അർഹരായ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടില്ല. തുക അനുവദിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും അർഹരായ വിദ്യാർത്ഥികൾക്ക് നൽകാത്തത് ഫണ്ട് വകമാറ്റിയതുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവായ പോണേക്കര സ്വദേശി KA സലീം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എളമക്കര HSSലെ വിദ്യാർത്ഥികളുടെ യൂണിഫോം പൈസ HM പ്രിൻസിപ്പളും കൂടി അത് മറിച്ചു കളഞ്ഞു. ഇതുവരെ അതിനൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് PTA പൈസയാണ് മറിച്ചെന്നുള്ളതാണ്. കേന്ദ്രം പാസ്സാക്കിയ 3.5 ലക്ഷത്തോളം 4 ലക്ഷത്തോളം രൂപ ഇവരത് മറിച്ചു കളഞ്ഞു. പാവപ്പെട്ട ഒരു പിള്ളേർക്ക് പോലും അതിൽ ഒരു യൂണിഫോം പോലും കൊടുത്തിട്ടില്ല. എന്തൊരു അനീതിയാണ് അവർ കാണിക്കുന്നത്. ഇത്രയും പൈസ അവർ മറിച്ചിട്ട് ഈ കുട്ടികളുടെ പൈസ അവരെടുത്തിട്ട് അവർക്ക് ഒരുപാട് കേസുകൾ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. ആ വക്കീലിന് കൊടുത്ത് ആ കാശ് വെച്ചിട്ട് ഈ കേസെല്ലാം അവർ മറിച്ചു കളഞ്ഞു. എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ PTA ഫണ്ട് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടും നേരത്തെ വിവാദങ്ങൾ ഉയർന്നിരുന്നു. പ്രിൻസിപ്പലിന്റെ വ്യാജ ഒപ്പിട്ട് 7 ചെക്കുകളിലൂടെ PTA ഫണ്ട് വെട്ടിച്ചതായ പരാതിയിൽ സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ജനം, കൊച്ചി.